കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ മീറ്റ് ചെയ്യാൻ പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നമ്മളിപ്പോൾ എടുത്തൊരു ഇൻഫ്ലുവൻസിനെ വെച്ചിട്ട് നമ്മൾ ചിപ്സിന് വേണ്ടിയിട്ട് ഒരു ഇൻഫ്ലുവൻസറിനോട് വീഡിയോ ചെയ്യിപ്പിച്ചിരുന്നു. ഞാൻ നോക്കിയ സമയത്ത് ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഇൻഫ്ലുവൻസർ ഒരു ഡ്രസ്സിങ്ങിലും മേക്കപ്പിലും അതേപോലെ ഫാഷനായിട്ട് വെക്കുന്ന ഒരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ടാർഗറ്റ് ഓഡിയൻസ് കൂടി നോക്കിയിട്ട് ചെയ്യണം. അപ്പോൾ അദ്ദേഹം ഇതൊന്ന് വിശദമാക്കി പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു ഫുഡ് ബ്ലോഗറെ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഒരു ഫുഡായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇൻസ്റ്റന്റ് സെയിലും നിങ്ങളെ ബ്രാൻഡിനെ പെട്ടെന്ന് ആൾ മനസ്സിലാക്കാനും പറ്റും. പക്ഷെ അതല്ല, ഇനിയിപ്പോൾ നിങ്ങൾ ഡ്രസ്സിങ്ങിനാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ ആങ്കേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഡ്രസ്സിങ്ങിലും മേക്കപ്പിലും നിൽക്കുന്ന ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ പെട്ടെന്ന് കിട്ടും. കാരണം ഓരോ കാറ്റഗറിയിൽ, കാരണം അവരെ ഫോളോ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ, ഒരു വാഹനം ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി ബ്രാൻഡിന്റെ നിൽക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ വണ്ടിന്റെ ആക്സറീസിന്റെ കുറിച്ച് അവർ ചെയ്യിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് സെയിലും അവരെ ആ ബ്രാൻഡിനെ പെട്ടെന്ന് നമുക്ക് കസ്റ്റമർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഓഡിയൻസിലേക്കാണ് സ്പ്രെഡ് ചെയ്ത് കയറാണ്. അതേപോലെ ഫുഡിനാണെങ്കിലും ഫുഡിന്റെ ഇൻട്രസ്റ്റ് നിൽക്കുന്ന ആൾക്കാർ, ഇതേ ഫുഡ് കഴിക്കുന്ന ഭയങ്കര താല്പര്യമുള്ള ആളുകളിലേക്ക് ഇതങ്ങനെ സ്പ്രെഡ് ചെയ്യാണ്. അപ്പോൾ ടെക്നോളജി ആണെങ്കിലും നിങ്ങളുടെ ഡ്രസ്സിങ്ങിന്റെ ആണെങ്കിലും നിങ്ങൾ ഏത് ഇൻഫ്ലുവൻസറെ തെരഞ്ഞെടുക്കുന്നു, അവരെ ഓഡിയൻസ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അതെടുക്കുക. അല്ലെങ്കിൽ നിങ്ങളതൊരു പേരിന് മാത്രം ചെയ്യാണ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്.